ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 37 റിവ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് വെറുപ്പിച്ചൊരു എപ്പിസോഡ് പല രീതിയിൽ. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ആകെയുള്ള കണ്ടന്റ് ഗബ്രി ജാസ്മിൻ. അവരുടെ ലവ് ഡ്രാമ കഴിഞ്ഞു. അടുത്തത് ക്രൈം ഡ്രാമ, കരച്ചിൽ ഡ്രാമ. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് അട്ടഹസിക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടുപേരും ബാക്ക് ടു നോർമൽ. ഒരു പ്രശ്നമില്ല. ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ചലഞ്ച് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നൊരു എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞു പോയത്. നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. മോർണിംഗ് സോങ്ങോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്, പതിവ് പോലെ. അത് കഴിഞ്ഞിട്ട് സായിയും അഭിഷേകും ജിൻഡയും കൂടിയൊക്കെ റൂമിൽ കിടക്കുകയായിരുന്നു. ആ സമയത്താണ് സായി ശ്രദ്ധിക്കുന്നത് ജാസ്മിൻ മൈക്ക് ധരിക്കാതെ ഗബ്രിയോട് സംസാരിക്കുന്നു. അപ്പോൾ തന്നെ സായി ജിൻഡയോട് പറഞ്ഞു, ദേ ജാസ്മിൻ മൈക്ക് ഇട്ടിട്ടില്ല. അഭിഷേക് പറഞ്ഞു, പോയി ചോദിക്കുന്നു പറഞ്ഞു. ക്യാപ്റ്റനാണ് ജിൻഡോ, ചോദിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ജാസ്മിൻ ഇതിവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു ജിൻഡോ. അപ്പോൾ ജാസ്മിന് കാര്യം മനസ്സിലായില്ല. വീണ്ടും പറഞ്ഞു മൈക്ക് എടുത്ത് ധരിക്കാൻ പറഞ്ഞു. പറ്റത്തില്ല. ജാസ്മിൻ ഒരേ വാശി, താൻ പോടോ, താൻ പോയി തൻ്റെ പണി നോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിൻ മൈക്ക് ധരിക്കും. ജാസ്മിൻ്റെ ടെമ്പർ പോയി. ജാസ്മിൻ അങ്ങോട്ട് അട്ടഹസിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോകണം, എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, അതാണ് ഇതാണ് ആനയാണ് ചേനയാണ്. റസ്മിനെ തല്ലുന്നു, റസ്മിൻ പിടിക്കുന്നു, റസ്മിൻ കരയുന്നു. ഒപ്പം ബാക്കി കണ്ടസ്റ്റൻസ് വന്ന് നോക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടു ചെല്ലാൻ വേണ്ടി റസ്മിനോടും അപ്സരയോടും ബിഗ് ബോസ് പറയുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മറ്റൊരു കണ്ടസ്റ്റൻസിനും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ജാസ്മിനുള്ളത്. എനിക്കത് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ കുട്ടി ചെയ്തിട്ട്, ജാസ്മിൻ മാത്രമല്ല ഗബ്രി ഉൾപ്പെടെ ചെയ്തിട്ട്, പ്രേക്ഷകരെ ഉൾപ്പെടെ കൺഫ്യൂഷനിലേക്ക് എത്തിച്ചിട്ട്, എന്താണ് ഇവരുടെ റിലേഷൻ എന്ന് കൺഫ്യൂഷനിലേക്ക് എത്തിച്ചിട്ട്, ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും വ്യക്തമായ മറുപടി കൊടുക്കാതെ ജാസ്മിൻ വ്യക്തമായ മറുപടി കൊടുത്തു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷേ അതിനകത്തും പിന്നെ ഞാനിത് കേട്ടപ്പോഴാണ് അതിനകത്ത് ഒരു അവ്യക്തതയുണ്ട്. കാരണം ജാസ്മിൻ പറഞ്ഞ മറുപടി എനിക്ക് അവന് ഇഷ്ടമാണ്, പക്ഷെ അത് എത്താതിരിക്കാൻ ഞാൻ പിടിച്ചു നിൽക്കുകയാണ്, കെട്ടിവെക്കുകയാണ്. ഇവരെന്താണ് ഈ പ്രണയം, സ്നേഹം, ഇഷ്ടം, ലവ് ഈ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ട് ഇവരെന്താണ് മീൻ ചെയ്യുന്നത്? പ്രണയത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചു വെച്ചേക്കാണെന്ന്. അത് കേൾക്കുമ്പോൾ തമാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആദ്യം കേട്ടപ്പോൾ ഓക്കെ, അത് ഒരിക്കലും പ്രണയമല്ല, അല്ലെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഉണ്ടെന്നല്ലാതെ വേറൊന്നുമില്ലെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇവർക്ക് ഇതിന്റെ മീനിങ് അറിയാത്തത് കൊണ്ടാണോ? എത്ര മനോഹരമായ വാക്കാണ് പ്രണയം എന്ന് പറയുന്നത്. അതിനെ ഇത്തരത്തിൽ പേക്കൂത്ത് കാണിക്കാനുള്ളൊരു രീതിയിലേക്ക് മാറ്റണം. ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ പ്രേക്ഷകർക്കും ഇവരുടെ കൂടെ കളിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിനുമാണ്. ഇവർ രണ്ടുപേരും പുണ്യാത്മാക്കൾ. അങ്ങനെ ജാസ്മിനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. അവിടെ പോയിട്ട് ബിഗ് ബോസ് ഓരോന്നും ചോദിക്കുന്നു. എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ്, എനിക്ക് എന്നെ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് വിടും എന്നൊക്കെ പറയുന്നു. വിട്ടേക്ക്, എന്തിനാ പിടിച്ചു നിർത്തുന്നത്? ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിന്റെ വാപ്പ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും മനസ്സിലാക്കാത്ത ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച വയൽക്കാട് കയറിയിട്ട് സായി ഈ കാര്യം സംസാരിച്ചപ്പോൾ അവിടെ മുതലാണല്ലോ ജാസ്മിന് ബോധോദയം ഉണ്ടായത്. ഇനി സായി വന്ന് അങ്ങനെ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഇവർ ഈ പറയുന്ന നൈറ്റ് ഇരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും, നൈറ്റ് കെട്ടിപ്പിടിക്കുന്നതാണെങ്കിലും, ഉമ്മ കൊടുക്കുന്നതാണെങ്കിലും, കൈ പിടിക്കുന്നതാണെങ്കിലും ഇതെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ പുറത്തെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇമേജ് കോൺഷ്യസ്. എന്നിട്ട് തെറ്റുകാരാരാ? പുറമേ ഉള്ള ആൾക്കാർ, പ്രേക്ഷകർ. ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പ്രേക്ഷകർ, മണ്ടന്മാർ പ്രേക്ഷകർ. അപ്പോൾ ജാസ്മിൻ കൺഫെഷൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. വേറെ ആർക്കും കൊടുക്കാത്ത പ്രിവിലേജ് ആണ് അതൊക്കെ. കൂട്ടിന് റസ്മിനും അപ്സര ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അടുത്ത ആൾക്ക് ഹാർട്ട് അറ്റാക്ക്, വയ്യാതാകുന്നു. ഞാൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് വേർഡ് ഉപയോഗിച്ചതേ ഉള്ളൂ. വയ്യാതെയാകുന്നു. മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കുമ്പോഴാണെങ്കിലും എന്താ ആക്ടിങ്, ഒരു രീതിയിൽ പോലും മനസ്സിലേക്ക് തോന്നുന്നില്ല ഈ രണ്ടുപേരോടും. അവർ ചെയ്തു കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ ഒരു രീതിയിലും തോന്നുന്നില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ ആക്ടിങ് ഗബ്രിയുടെ? വയ്യായിക കാണിക്കുന്നു. മെഡിക്കൽ റൂമിൽ പോയിട്ട് അവർ വെള്ളം കൊടുക്കുമ്പോഴേക്കും വേണ്ട, ഞാൻ വെള്ളം കുടിച്ചു, ഞാൻ ഓക്കെ ആണ്, പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? അത് കഴിഞ്ഞപ്പോഴേക്കും സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ പോയിട്ട് അവിടെ എന്താ സംസാരിച്ചതെന്ന് നമ്മൾ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഗബ്രി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നു. പക്ഷെ തിരിച്ചു വന്ന ഈ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു കുറുകലുണ്ടായിരുന്നു, ഈ പ്രാവ് കുറുക്കുന്ന പോലെ. നിനക്കെന്നോട് ദേഷ്യമുണ്ടോടാ? ഇല്ല. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ നിന്നെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോടാ? ഇല്ല. ഞാൻ നിന്നെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? എന്തൊരു ഒലിപ്പിക്കല. അപ്പം അത് കഴിഞ്ഞിട്ട് ചെകിടത്ത് തടവുന്നു, ഒരാൾ മുടിയിൽ തടവി കൊടുക്കുന്നു. അതൊക്കെ ഓക്കെ, അങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ
നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഒരു ഷോയാണ്, അവിടെ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കാൻ പാടില്ല, ഒരു ലിമിറ്റ് വേണം, ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഒന്നും ചിന്തിക്കാതെ എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഒടുവിൽ തെറ്റുകാർ കൂടെയുള്ള കണ്ടസ്റ്റൻസും പ്രേക്ഷകരും. ഈ കൂടെയുള്ള കണ്ടസ്റ്റൻസ് പോലും പലപ്പോഴും പലരായിട്ട് അവർക്ക് വാണിംഗ് കൊടുത്തു. നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്. യമുന സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീരേഖ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ശരണ്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്സര സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ഈ കിടന്ന് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ടോൺ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് വേറൊരു കോമഡി നടന്നൊരു കാര്യം, ഈ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ ഇരുന്നപ്പോൾ നമ്മുടെ ഹംസമായ റസ്മിൻ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടീനാണ് ആദ്യം അടിച്ച് പുറത്താക്കേണ്ടത്. ഹംസം എന്ന് പറയുന്നത് നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ജാസ്മിൻ, ഇത് വീട്ടിലുള്ള ആൾക്കാരെല്ലാം അവിടെ പറഞ്ഞുണ്ടാക്കിയൊരു വിഷയമാണ്. പറഞ്ഞു വെക്കുന്നത് എന്താണ്? ജാസ്മിനും ഗബ്രിയും പുണ്യാത്മാക്കൾ, ഹൗസ് മേറ്റ്സ് ആണ് തെറ്റുകാർ. ലേശ ഒളുപ്പ് അതില്ല. സോ അത് കഴിഞ്ഞിട്ട് സായി ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു ഇന്ന്. അതായത് ഇതല്ല, ഇതിനപ്പുറം കണ്ടിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതൊക്കെ വെറും നാടകമാണ്, വെറും ഡ്രാമയാണ്. ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴൊക്കെ ഓർക്കണമായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോയിന്റ്, ഇതേ പോയിന്റ് സായിയും പറഞ്ഞു. പിന്നെ ഓക്കെ, തിരിച്ച് വന്ന് തിരിച്ചു റൂമിൽ നിന്ന് ജാസ്മിനും മെഡിക്കൽ റൂമിൽ നിന്ന് ഗബ്രിയും വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു, ഐ ലവ് യു ടു, ഐ ലവ് യു, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ജാസ്മിൻ ചോദിച്ചതാണ്, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അപ്പോൾ ഗബ്രി മറുപടി പറയാനുണ്ട്, ഐ ലവ് യു. അപ്പോൾ ജാസ്മിൻ ഐ ലവ് യു ടു. ആരെ ബോധിപ്പിക്കാനാണ് അപ്പോൾ ഇന്നലെ സംസാരിച്ചത്? ലാലേട്ടൻ്റെ മുന്നിൽ കൺഫസ് ചെയ്തത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, ഒരു പ്രണയം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതാ കുറച്ച് മുന്നേ പറഞ്ഞു, ഐ ലവ് യു എന്ന് പറയുന്ന വാക്കിന് എന്താണ് ഇവർ മെയിൻ ചെയ്യുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊരാൾ നമ്മളോട് പറയുമ്പോൾ, രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതും രണ്ട് ലവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ഇന്നലെ സിബിൻ പറഞ്ഞ പോലെ നാട്ടുകാരെ ഇവർ രണ്ടും കൂടെ പറ്റിക്കും, അത്രേ ഉള്ളൂ. ഇവരെ ബിഗ് ബോസ് പേടിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, പുറത്താക്കാൻ ബിഗ് ബോസ് മടിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാര്യം പുറത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 90% ആൾക്കാരും ഇവർക്കെതിരാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ അത് കഴിഞ്ഞിട്ട് റസ്മിൻ വന്നിട്ട് ജിൻഡോയോട്, ജിൻഡോ പ്ലീസ് ഐ റിക്വസ്റ്റ് യു, ജാസ്മിനെ 2 ദിവസത്തേക്ക് വെറുതെ വിടണം, ഉപദ്രവിക്കരുത്. അപ്പോൾ ജിൻഡോ മറുപടി പറഞ്ഞു, ഓ ശരി ആയിക്കോട്ടെ, ജാസ്മിനെ വെറുതെ വിടാം, പക്ഷേ നീ എൻ്റെ മെക്കിട്ടേറാൻ വരരുത്. ശരി സമ്മതിച്ചു എന്നും പറഞ്ഞ് റസ്മിൻ തിരിച്ചു പോയി. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഗബ്രി വന്നിട്ട് ജാസ്മിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ഉള്ളവർക്ക്, അതായത് സൈക്യാട്രിക് റൂമിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഉള്ളവർക്ക് ഈ കോംബോ പൊളിക്കണം, അതാണ് അവരുടെ ആഗ്രഹം. അത് കണക്കാക്കിയാണ് അവർ വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പോൾ ജാസ്മിൻ ശരിയാ വീണ്ടും ശങ്കരൻ തെങ്ങിന്മേലെ അങ്ങനെ ഒരു സംഭവം അവിടെ വരുത്തി തീർത്തു. ക്യാപ്റ്റൻ്റെ അധികാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ജിൻഡോ വരുന്നു. ജിൻഡോ വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്ന് നിന്ന് കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി വന്നപ്പം ബിഗ് ബോസിൻ്റെ ഒരു ട്രോൾ, ജിൻഡോ നന്നായിരിക്കുന്നു പോയിരുന്നോ എന്നൊരു ട്രോൾ. അതൊരു തമാശയായിട്ട് നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ്റെ അധികാര കൈമാറ്റമാണ്. ജാസ്മിൻ വന്ന് ക്യാപ്റ്റൻ്റെ ബാഡ്ജ് ജിൻഡോയ്ക്ക് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. ദെൻ ഒരു ടീമിലും ഇപ്പോൾ ഇല്ലാത്ത ജാസ്മിനെ നെക്സ്റ്റ് ടീമിലേക്ക് മാറ്റുന്നു. ടീം മെമ്പേഴ്സ് എല്ലാവരും അഭിപ്രായപ്പെട്ടു, ഇവരെ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയാൽ മതി, ഇവരെ സെപ്പറേറ്റ് ആക്കണ്ട എന്ന് അഭിപ്രായപ്പെട്ടു. പക്ഷെ ഇന്ന് രാവിലെ ഗബ്രി വന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെ 2 ടീമിലാക്കാമോ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് ജിൻഡോ അത് ചെയ്തു കൊടുത്തു. അപ്പോൾ ജാസ്മിൻ ഒരു കൈയടി കടിക്കുന്നു. ആ കൈയടിയിലും ആ ഫേസിലെ എക്സ്പ്രഷനിലും ഒരു ചലഞ്ചാണ് ഫീൽ ചെയ്തത്. ആ ഫേസ് കറക്റ്റാണ് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചലഞ്ചിങ് ഫേസ് ആണത്. ഒരിക്കലും നമ്മൾ കണ്ട ആളല്ല ജാസ്മിൻ, നമ്മൾ കണ്ട ആളല്ല ഗബ്രി. ഇവരിങ്ങനെ അല്ല. ഇവരുടെ മാറ്റം ഇനി വരും. കാരണം ഈ കാണിച്ച കരച്ചിലായിക്കോട്ടെ, ഈ കാണിച്ച കോപ്രായങ്ങളായിക്കോട്ടെ, ഇതൊന്നുമല്ല ഇവർ. ഈ ആഴ്ച അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ അത് കഴിഞ്ഞിട്ട് പവർ ടീമിലേക്ക് ഒരാളെ വേണം. കാരണം അഭിഷേക് ശ്രീകുമാറിന് പവർ ടീമിൽ നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നതുകൊണ്ട്, ഡയറക്റ്റ് നോമിനേഷൻ 2 ആഴ്ചയുണ്ട്. അതുകൊണ്ട് അഭിഷേകിന് പവർ ടീമിൽ നിൽക്കാൻ പറ്റില്ല. സോ ആ ഒഴിവിലേക്ക് ഒരാൾ വേണം. അപ്പോൾ 3 ടീമിൽ നിന്നും ടീം മെമ്പേഴ്സിന് ആ ടാസ്കിൽ പങ്കെടുക്കാം. നേരെ പുറത്ത് പോവുക, നമ്പർ എടുക്കുക. അപ്പോൾ ഓരോ ടീമിൽ നിന്ന് ആ ടീം മെമ്പേഴ്സ് പോയിട്ട് ആ നമ്പർ എടുക്കുന്നു. അതിനകത്ത് ഇവരുടെ യോഗ്യത ഇവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം പവർ ടീമിനെ. ആദ്യം നന്ദനായിരുന്നു സംസാരിച്ചു. നന്ദനയുടെ കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അഭിഷേക് സംസാരിച്ചു. അഭിഷേക് പറഞ്ഞൊരു പോയിന്റ്, എന്നെ നിങ്ങളെ പവർ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കലി ഫിറ്റായ ഒരാളെ നിങ്ങൾക്ക് കിട്ടും, ഒപ്പം എനിക്ക് ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എൻ്റെ ക്വാളിറ്റി എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞ് നോറ വന്നു. എൻ്റെ പൊന്നെ, വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ ഇജ്ജാതി വെറുപ്പിക്കൽ. എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റ് എടുത്തു കുട്ടി സംസാരിച്ച് തീർക്കാനായിട്ട്. അത്രയും ടൈം എടുത്ത് സംസാരിച്ചു എന്ന് മാത്രമല്ല, അടുത്തൊരാൾക്ക് അധിക സമയം കിട്ടിയുമില്ല. ശരിക്കും നോറ ഈ ടീമിലേക്ക് വരാൻ വേണ്ടി സംസാരിച്ചാണെന്ന് തോന്നുന്നില്ല. ഈ ടീമിലുള്ള ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി
സംസാരിച്ച ഒരു ഫീലാണ് വന്നത്. പവർ ടീമിലേക്ക് വരാൻ വേണ്ടി സംസാരിച്ചതല്ല, അത് ഉറപ്പാണ്. നോറയുടെ സംസാരം കേട്ടാൽ ജഡ്ജ് ചെയ്യാൻ ഇരുന്ന ആൾക്കാരെ തന്നെ നോറ ക്രിട്ടിസൈസ് ചെയ്തു, ഈവൻ ജാൻമണി ഉൾപ്പെടെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ സംസാരിക്കാൻ വന്നത് സായി ആയിരുന്നു. സായി പറഞ്ഞു, എന്താ സംസാരിച്ചോ, എന്റെ കൂടെ സംസാരിച്ചോ എന്ന് പറഞ്ഞ് സായി കാർഡ് കൊടുത്തിട്ട് നടന്നു പോകാൻ പോയി. പിന്നെ സായി വന്നിട്ട് സായിയുടെ വേർഷൻ പറഞ്ഞു. അത് എന്താ സായി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. സായി പറഞ്ഞത് പവർ റൂമിൽ കയറിയാൽ പണിയെടുക്കാണ്ട് കുറച്ച് ഒരാഴ്ച നടക്കാം, ഭക്ഷണം കഴിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അതുകൊണ്ട് എനിക്ക് പവർ റൂമിൽ കയറണമെന്നുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ എടുത്തോ. ഒരു താല്പര്യമില്ലാത്ത പോലെ. ശരിക്കും സായി എന്തിനാണ് അവിടെ പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സായി കളിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വിചാരിക്കും സായി ഒരു ബ്രില്യൻ പ്ലെയർ ആണെന്ന്, ചില സമയം തോന്നും സായി ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലേസിനെസ് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നും. പക്ഷേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതെന്താണ് സായിയുടെ യഥാർത്ഥ ഒരു ഗെയിം പുറത്ത് വന്നിട്ടില്ല. ഇനി എന്ന് വരും എന്ന് എനിക്കറിയത്തില്ല. അത് ഈ ആഴ്ച നോമിനേഷനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച ഈ വീക്കിൽ നോമിനേഷനിൽ സായി ഡയറക്റ്റ് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ല എന്നൊക്കെ ദൈവത്തിന് അറിയാം. ഇത് കഴിഞ്ഞ് പിന്നെ ഗബ്രിയാണ് വന്നത്. ഗബ്രി വന്ന ഉടനെ തന്നെ ഭയങ്കര ഫോർമലായിട്ട്, ഞാൻ ഗബ്രി, പവർ ടീമിൻ്റെ മെമ്പേഴ്സിന് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യത്തിലേക്ക് വരുന്നു. ഇവിടെ പവർ ടീം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് ചെയ്യാനാണ്, പവർ ടീം എന്ന് പറഞ്ഞാൽ വലിയ അധികാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ സംസാരിച്ചു. അതായത് രാവിലെ കണ്ട ഗബ്രി അല്ല പിന്നെ കാണുന്നത്, എൻറ്റയർലി ഡിഫറെൻറ്റ്, കംപ്ലീറ്റ് മാറി മറിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വന്നത് സിബിൻ ആയിരുന്നു. സിബിൻ വളരെ മാന്യമായിട്ട് സിബിന് പറയാനുള്ള പോയിന്റ് വ്യക്തമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നിട്ട് വയ്യാത്ത പോലെ, ഞാനിപ്പോൾ ഡൗൺ ആണ്, എനിക്ക് ഉയർന്നു വരാൻ പറ്റുന്നൊരു സമയമാണ്, അപ്പോൾ നിങ്ങൾ അതിന് എനിക്കൊരു അവസരം തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ടീം പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ദെൻ ശ്രീതു വന്നു. ശ്രീതു പറഞ്ഞ എന്താണെന്ന് ശ്രീതുവിന് മനസ്സിലായോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അൻസിബ വന്നു. അൻസിബയും ഇതുപോലെ നോർമൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ടങ്ങ് പോയി. പവർ ടീം ഫിക്സ് ചെയ്തത് സിബിനെ ആയിരുന്നു. അവരുടെ ആ ഒരു തിരഞ്ഞെടുപ്പ് പക്കയാണെന്ന് ഞാൻ പറയും. കാരണം സിബിനെ സംബന്ധിച്ച് സിബിന് ആൾക്കാരെ പറഞ്ഞു നിർത്താൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പറ്റും, പവർ ഉപയോഗിച്ച് വോയിസ് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിബിനുണ്ട്. ഒപ്പം ഈ പറയുന്ന കൂടെയുള്ള ആൾക്കാരെ കൂടെ നിർത്താനുള്ളൊരു ക്വാളിറ്റിയും സിബിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ പവർ ടീമിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് നന്നായിരുന്നു എന്ന് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ഈ ഒരു ആഴ്ചത്തെ പോക്ക് കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പവർ ബാഡ്ജ് ധരിപ്പിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ക്യാപ്റ്റൻ ജിൻഡോ ബാക്കി പവർ റൂം മെമ്പേഴ്സിന്, പവർ ടീം മെമ്പേഴ്സിന് പവർ ബാഡ്ജ് ധരിപ്പിക്കുന്നു. പിന്നെ ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരെ ഫ്രണ്ടിൽ നിന്ന് ഇവരുടെ പവർ റൂം വരെ ആനയിച്ച് കൊണ്ടുവരുന്നു. അവിടെ ഇവർ ബിഗ് ബോസ് ഹൗസിനെ ബിഗ് ബോസ് മഹൽ എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു, മാറ്റുന്നു. അവിടെ പൂജ തമ്പുരാട്ടി, ജാൻമണി തമ്പുരാട്ടി, ശരണ്യ തമ്പുരാട്ടി എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം അവിടേക്ക് ആനയിക്കുമ്പോൾ. അപ്പോൾ പുറകിൽ നിന്ന് സിബിൻ പറയുന്നുണ്ട്, ഇത് കോമഡിയാണേ, തമാശയാണേ, ഇതൊരു തമാശയാണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തമാശയായിട്ട് മാത്രം എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞിട്ട് ഗബ്രിയും ജാസ്മിനും അപ്സരയും കൂടി ഒരു സംസാരം ഉണ്ടായിരുന്നു. കാരണം പവർ ടീമിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം ഇവരായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ഒരു ലേശം അസൂയ ഇല്ലാതില്ല അവരുടെ വാക്കുകളിൽ. അപ്പോൾ അപ്സര പറയുന്നു, നമ്മൾ ഹുഷ് എന്ന് പറയിപ്പിച്ചപ്പോൾ തന്നെ അത് എന്തൊരു സ്വേച്ഛാധിപത്യമായി പോയി എന്നവർ പറഞ്ഞു. പക്ഷേ ഇവിടെ മഹലായിട്ട് മാറ്റുന്നു, തമ്പുരാട്ടിമാരാവുന്നു, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല, അത് തമാശ. അപ്പോൾ അവിടെ ജാസ്മിൻ്റെ കമൻറ്റ് വന്നു. സിബിൻ പുറകിൽ നിന്നൊരു വോയിസ് കൊടുത്തിട്ടായിരുന്നു തമാശ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ചെയ്യാം, നമുക്ക് ചെയ്തുകൂടാ. പറഞ്ഞാൽ ഗബ്രി ഇപ്രാവശ്യം ക്യാപ്റ്റനെ ഞാൻ അനുസരിക്കും. ഗബ്രിയുടെ കമൻറ്റ്, ജിൻഡോ ഞാൻ അനുസരിക്കില്ല, ജിൻഡോ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഗബ്രി. അപ്പോൾ ശരിക്കും ഇവർ രാവിലെ കാണിച്ചത് മുഴുവൻ ഡ്രാമയല്ലേ, അവസരത്തിനൊത്ത് നിൽക്കുന്ന വ്യക്തികൾ. അങ്ങനെ മാത്രമേ എനിക്ക് ഈ രണ്ടുപേരെയും കാണാൻ തോന്നുന്നുള്ളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് അവസാനിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പവർ ടീമിൻ്റെയും ക്യാപ്റ്റൻ ഇപ്പോൾ ജിൻഡോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പവർ ടീമിനെയും കൂടെ ചേർത്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജിൻഡോ പറഞ്ഞു. ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നൊന്നും നമുക്കറിയില്ല. അതെല്ലാം ഈ വരുന്ന ആഴ്ച കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. ജാസ്മിനും ഗബ്രിയും ഏത് ലെവലിലായിരിക്കും പോകുന്നതെന്നും ഒന്നും പറയാൻ പറ്റില്ല. പവർ ടീം അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഇവരെ കൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. ബാക്കി നമുക്ക് കണ്ടറിയാം. സീ യു ടുമാറോ. ഗുഡ് നൈറ്റ്.